ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കാൻ പോണത്. ചട്ടി ചൂടാതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം കുറച്ച് കടുക്, ഒരു അര സ്പൂൺ കടുകും അത്ര തന്നെ ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം. നിങ്ങളുടെ അടുത്ത് മാക്സിമം നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിരിക്കും. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് വഴന്ന് വരണവരെ, കളറൊക്കെ ഒന്ന് മാറി വരണവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നന്നായി കളറൊക്കെ മാറി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാല ചേർക്കുമ്പോൾ നിങ്ങൾ തീ പരമാവധി കുറച്ച് വയ്ക്കാൻ ശ്രമിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തീ കുറയ്ക്കാനൊന്ന് വിട്ടുപോയി. ചട്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്, തീ ഒരുപാട് കൂടുതലായിപ്പോയതുകൊണ്ട്. ഇനി നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോയി നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും. അതിനുശേഷം ഒരു തക്കാളി നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വഴന്ന് വരണം, ഒന്ന് തിളച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ല തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കുടംപുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. എൻ്റെ അടുത്തിപ്പോൾ കുടംപുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ ചേർത്താലും മതി. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പൊടിയുപ്പിൻ്റെ അളവ് അങ്ങനെ അറിയില്ല, അതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല അങ്ങനെ കറികളിൽ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നന്നായി തിളച്ച് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചൂതമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ, അയിലയോ മത്തിയോ ഏത് കഷ്ണ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനിൻ്റെ രുചിക്കനുസരിച്ച് കറിയിൽ ചെറിയ ടേസ്റ്റ് വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ റെസിപ്പി എല്ലാ മീനിനും ചേരുന്നതാണ്. കഷ്ണങ്ങളൊക്കെ നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോഴാണ് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കാൻ പറ്റില്ല. കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത സമയത്ത് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാവുന്നതാണ്. കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കതൊന്ന് തിളയ്ക്കാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തിള വന്ന് നല്ല സ്മെല്ല്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാറൊക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമ്മൾ കറി വയ്ക്കുമ്പോൾ എപ്പോഴും മീൻ കറി കുറച്ച് മുന്നേ വെച്ച് വെക്കണം. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാനുള്ള കറിയാണെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ച് വെക്കണം. മീൻ കറി പിന്നെ പിറ്റേ ദിവസം എടുക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് കഷ്ണങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.